അതുപോലത്തെ ഇടിയപ്പമൊക്കെ ബാക്കി വന്നാൽ അതുകൊണ്ട് നല്ല കിടിലൻ ബിരിയാണി ഉണ്ടാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. സ്കൂളിട്ട് വരുന്ന മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിപ്പം ഏകദേശം ഒരു 10 എണ്ണം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊടിക്കാൻ നല്ല എളുപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങയൊക്കെ കിടപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഒഴിക്കേണ്ടത് ഇച്ചിരി നെയ്യാണ്. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ മതി കേട്ടോ. വളരെ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയും തക്കോലും ഒക്കെ മൂപ്പിക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ നമ്മൾ പിന്നീട് ഗരം മസാല ഇടത്തേ ഉള്ളേ. ഇതൊരു തട്ടിക്കൂട്ട് സംഭവമാണല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും സവോളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇപ്പോഴേ അങ്ങിട്ട് കൊടുക്കാമേ. ഇതിപ്പം ഏകദേശം ഒരു കുഞ്ഞ് ക്യാരറ്റും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയും പിന്നെ ഒരു 5 6 ബീൻസ് അത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ ഒരു കൈപ്പിടിയോളം സോയാ ചങ്ക്സ് എടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഒരു 2-3 തവണ കഴുകി തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി പിഴിഞ്ഞതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. വലിയ സോയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒന്ന് മുറിച്ചിടുന്നതാണ് നല്ലത്. പക്ഷേ ഈ ചെറുതാണ് നല്ലത് കേട്ടോ, കുറച്ചും കൂടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് പിരിയൻ മുളകിൻ്റെ പൊടി വേണം, അതൊരു 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാമേ. ഇച്ചിരി കളറും ഒക്കെ കിട്ടുമല്ലോ. ഇനി ഈ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കൂട്ടുകളൊക്കെ അതിനകത്ത് ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണേ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഉണ്ടെങ്കിൽ അതൊരു ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഒരു തക്കാളി ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് കൊടുക്കാം. അതും അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഒക്കെ നമ്മുടെ ടൊമാറ്റോ സോസില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കണേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. രാവിലെ കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ പങ്ക് എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ പണി ഏകദേശമൊക്കെ കഴിയാറായി കേട്ടോ. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള വീശപ്പം, അതായത് ഇടിയപ്പം ഇല്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ട ഒരു റൈസ് ബിരിയാണി പോലെയൊക്കെ ഉണ്ടല്ലേ, പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ലഞ്ച് ബോക്സായിട്ടും ഇവർക്ക് കൊടുത്തുവിടാൻ നല്ലതാണ്. പെട്ടെന്ന് രാവിലെ ഒരു 2 ഇടിയപ്പം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല കുശാലായിട്ട് കഴിച്ചോളും. ഇനി ഒരു ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറി കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഈ സോയാ ചങ്ക്സിന് പകരം ചിക്കനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി തംബ്നെയിലിൻ്റെ ഫോട്ടോ എടുക്കണം, തംബ്നെയിലിൻ്റെ വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.